ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പാഞ്ഞാൽ പഞ്ചായത്തിലെ 2ാം വാർഡിലെ ജനങ്ങളുടെ 30 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. മാവിൻചുവട് മിച്ചഭൂമി നിവാസികൾക്ക് കുടിവെള്ളമെത്തി. പദ്ധതി MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡായ പൈങ്കുളം മാവിൻചുവട് മിച്ചഭൂമി നിവാസികളുടെ 3 പതിറ്റാണ്ടിലേറെയായുള്ള കുടിവെള്ള സ്വപ്നം യാഥാർത്ഥ്യമായി. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത്. ചേലക്കര MLA UR പ്രദീപ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജയിപ്പിച്ചു വിട്ട സന്ദീപ് ഭരണസമിതിക്കകത്ത് ഒരു സമ്മർദ്ദം ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിൻ്റെ വിവരം പറഞ്ഞു നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപയാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്ന ഏകദേശം 47 കുടുംബങ്ങളുണ്ട് അല്ലേ, 47 കുടുംബങ്ങൾക്ക് കുടിവെള്ള പദ്ധതി നൽകിയിട്ടുള്ളത്. അതിന് തയ്യാറായ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും സന്ദീപിനെയുമെല്ലാം ഈ സമയത്ത് നാടിനു വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഇടയായിട്ട് ഇങ്ങനെ കേൾക്കാറുണ്ട്, പ്രത്യേകിച്ച് തങ്കുവച്ചൊക്കെ പറയുന്നത് ഒരു വിടവാങ്ങൽ പോലെയാണ് പറയുന്നത്. ഞങ്ങളുടെ സമയത്ത് എന്നാലും നമ്മൾ വ്യക്തികളെ മാറുന്നുള്ളൂ, ഈ സംവിധാനങ്ങൾ മാറുന്നില്ല. അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതി കഴിഞ്ഞ 5 കൊല്ലം അങ്ങനെയായിരുന്നു, അത് തെറ്റുണ്ടോ ഇല്ലയോ ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അങ്ങനെ വീണ്ടും വരും. അപ്പോൾ നമ്മളിങ്ങനെ മാറിക്കൊടുക്കുന്നതിനനുസരിച്ച് അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ പല വേദിയും അങ്ങനെയുണ്ട്. ഞാനെന്താ ദീർഘമായി സംസാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ സന്ദീപ് ഇന്നലെ വിളിച്ച് മിനിഞ്ഞാന്ന് പഴയന്നൂർ പ്രദേശത്താണ് പരിപാടികൾ. ഇളനാട് നിന്നാണ് വരുന്നത്. എനിക്ക് പഴയന്നൂർ അമ്പലത്തിലൊരു പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും പങ്ങാരപ്പള്ളി ആ പ്രദേശത്തായിരുന്നു. ഇവിടെ എല്ലാ ജനപ്രതികളുടെ ആഗ്രഹവും പറഞ്ഞ വാക്ക് നാട്ടുകാരുടെ മുമ്പിൽ പാലിക്കണ്ടായി. എൻ്റെ കണക്ഷൻ നാളെ കിട്ടും, നാളെ വെച്ചോട്ടെ എന്നാണ് എന്നോട് ചോദിച്ചത്. അത് നമ്മുടെ ആഗ്രഹമാണല്ലോ. ഇത് ഒരു ജനപ്രതിനിധിയായി ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ വാക്കുകൾ പാലിക്കുക, അതെങ്ങനെയും പാലിച്ചാലല്ലേ നാളെ അവരെ പുറത്ത് നോക്കാൻ പറ്റുള്ളൂ എന്ന നിലയ്ക്കാണ് ശരി. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി മാറ്റത്തിൽ ധാരാളം പദ്ധതികൾ ഏറ്റെടുത്ത് കഴിഞ്ഞ 5 കൊല്ലം ചെയ്തു. ഈ പദ്ധതി യാഥാർത്ഥ്യമായതോടെ മിച്ചഭൂമി പ്രദേശത്തെ 50ഓളം കുടുംബങ്ങളാണ് ശുദ്ധജല ക്ഷാമത്തിൽ നിന്നും മുക്തരായത്. പഞ്ചായത്ത് പ്രസിഡന്റ് V. തങ്കമ്മ അധ്യക്ഷത വഹിച്ച യോഗത്തിന് വാർഡ് മെമ്പർ സന്ദീപ് കോന്നനാഥ് സ്വാഗതം ആശംസിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AK ഉണ്ണികൃഷ്ണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ T. ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗുണഭോക്തൃ സമിതി പ്രസിഡന്റ് രാമൻകുട്ടി, സാമൂഹ്യ പ്രവർത്തകനായ നീലകണ്ഠൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടിവെള്ള സമിതി ട്രഷറർ രുക്മിണി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. സ്വാഗതം പറഞ്ഞപ്പോൾ വാർഡ് മെമ്പർ എല്ലാ കാര്യങ്ങളോടും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെയും വലിയ ഒരു സന്തോഷമായിരുന്നു. എപ്പോഴും സന്ദീപ് പറയുന്നത് എൻ്റെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു. പക്ഷേ ഏറ്റവും വേഗം തന്നെ പണികളെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങളുടെ ഭരണസമിതിയുടെ അവസാന സമയങ്ങളാണ്, അപ്പോഴേക്ക് തന്നെ ചെയ്യാൻ കഴിയും. ഇനി ഒരു അംഗൻവാടിയും കൂടി കിട്ടിയിട്ടുണ്ട്. അംഗൻവാടിയുടെ പണി കിട്ടില്ല, ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞുള്ളത്. അതുകൂടെ കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് പണി പൂർത്തീകരിച്ചിട്ടില്ല. നമ്മുടെ വാർഡിലേക്ക് ഏറ്റവും അധികം നമ്മുടെ 2ാം വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു കാര്യങ്ങളും നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ സന്ദീപ് കൂടെ നിൽക്കും. കാരണം അത് വേഗം ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് ഏറ്റെടുത്ത് ചെയ്യേണ്ടത് എന്നുള്ളതിനാണ് മുന്നിൽ തന്നെ നിൽക്കും ചെയ്യുവാൻ, അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഇപ്പോൾ തന്നെ കഴിഞ്ഞത്. അതിന് മറ്റുള്ള വാർഡിനെ സംബന്ധിച്ച് പദ്ധതികളെല്ലാം വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടൊന്നും ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇനി ഞങ്ങളുടെ ഭരണസമിതിയുടെ കുറച്ചൊരു വിഷമമുള്ളത് നമ്മുടെ റോഡിൻ്റെ കാര്യത്തിലാണ്. അതെല്ലാം ടെൻഡറുകൾ വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ വേനലിൻ്റെ CCV ന്യൂസ് ചേലക്കര.